സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ തീർന്നു ഇനി സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത പ്രശ്നം ഉടലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ആദ്യം നടന്ന സംഭവങ്ങൾ പോലെ ആയിരിക്കത്തില്ല പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. ഒട്ടും അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൂർണ്ണിമയെ രക്ഷിച്ചു കൊണ്ടുവന്നെങ്കിലും ഋതുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പല്ലവിയും സേതുവും ആരോടും സത്യങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. നിരഞ്ജനയ്ക്ക് മാത്രമാണ് ഋതുവാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം പല്ലവിയും സേതുവുമായിട്ട് പറഞ്ഞത്. അല്ലാതെ സ്വാതിക്ക് അറിയാമെങ്കിലും വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഹരിക്ക് ഒരു സൂചന കൊടുത്തപ്പോൾ സത്യങ്ങൾ തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് സേതുവിനും പല്ലവിക്കും തോന്നി. കാരണം സത്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും ഹരിക്ക് സംഭവിച്ചാലോ, അല്ലാതെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഹരി ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പല്ലവിയും സേതു നടന്ന സംഭവങ്ങളൊക്കെ ഹരിയോട് പറഞ്ഞത്. പക്ഷേ ഇത് അച്ചു കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുവെങ്കിലും അച്ചു പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. അച്ചു കേട്ട പാടെ തന്നെ ഈ ഒരു പ്രശ്നം വലുതാക്കി മാറ്റാൻ ശ്രമിച്ചു. കാരണം സ്വന്തം ഭർത്താവിനെയും തന്നെയുമാണ് നശിപ്പിക്കാനായിട്ട് ഋതു ശ്രമിച്ചത് എന്നറിഞ്ഞ ആ ഒരു നിമിഷം അച്ചുവിന് സഹിക്കാൻ പറ്റിയില്ല. അത്രത്തോളം ഋതു കടന്നു പോകും, കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും അച്ചു പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു പൊന്നുമടത്തിൽ സംഭവിച്ചത്. അച്ചു നേരെ ഈ പ്രശ്നം വലുതാക്കി. സേതുവോ പല്ലവിയോ ഹരിയോ പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് അച്ചു തയ്യാറായിരുന്നില്ല. നേരെ ഋതുവിന്റെ റൂമിൽ പോയി ഋതുവിന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പടിക്കെട്ടിറങ്ങി അച്ചു പൂർണ്ണിമയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. പൂർണ്ണിമ ഈ ശബ്ദം കേട്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. നോക്കുമ്പോൾ ഋതുവിന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന അച്ചുവിനെയാണ് പൂർണ്ണിമ കാണുന്നത്. അച്ചുവിനോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് പൂർണ്ണിമയെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അച്ചു ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അമ്മയെ പോലും കുടുക്കാനായിട്ട്, അമ്മ പറഞ്ഞില്ലേ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് അറിയണമെന്ന്, അമ്മയെ പോലും കുടുക്കാനായിട്ട് ശ്രമിച്ച ആള് വേറെ ആരുമല്ല, അമ്മയുടെ മകളാണ്. എന്റെയും ഹരിയുടെയും ജീവിതം, എന്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞതിൽ അച്ചുവിന് നീരസമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അച്ചുവിനല്ല ഋതുവിന് നീരസമുണ്ട് എന്നെല്ലാം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഋതു എത്രത്തോളം കടുങ്കൈ ചെയ്യും, ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല തന്റെ വിവാഹം മുടങ്ങാനായിട്ടുള്ള പ്രധാന കാരണം ഋതുവാണെന്നുള്ള സത്യവും കൂടി പൂർണ്ണിമയോട് അച്ചു പറഞ്ഞു. എന്നിട്ട് ഋതു ചെയ്ത ഓരോ തെറ്റുകളും അച്ചു എണ്ണി ചോദിക്കുകയും തന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ കരണം പൊട്ടിച്ച്, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്, പൂർണ്ണിമ, ബേബി, സ്വാതി, പല്ലവി, സേതു എല്ലാവരും, ഹരി സഹിതം എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചായിട്ടാണ് ഋതുവിന്റെ കരണം പൊട്ടിച്ചുകൊണ്ട് അച്ചു അടി കൊടുത്തത്. അങ്ങനെ ആ പ്രശ്നം വളരെ വഷളായി. അതിന്റെ പേരിൽ ഒരുപാട് തർക്കങ്ങളും വഴക്കുകളുമായി. എന്നാൽ തൻ്റെ മകള് ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് പൂർണ്ണിമ വിചാരിച്ചിരുന്നില്ല. തൻ്റെ മകളെ തന്നെ ചതിച്ചു. താൻ ജയിലിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പോലും ഋതു സത്യം എന്നോട് പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. അത്രത്തോളം ചതിയും ക്രൂരതയുമാണ് ഋതു എന്നോട് കാണിച്ചത്. അതും സ്വന്തം മകളായിട്ട് പോലും സഹോദരങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പൂർണ്ണിമ ഒരുപാട് വേദനിച്ചു. അതിൻ്റെ പേരിൽ ഋതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അടിക്കുകയൊക്കെ ചെയ്തു. ഇനി എന്തായാലും താൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല, പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ പൂർണ്ണിമ പൊന്നുമടത്തിന്റെ പടി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. പൊന്നുമടത്തിന്റെ പടിയിറങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോഴും പല്ലവിയും സേതുവൊക്കെ തടഞ്ഞു. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുക എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇനി അതിൽ നിന്നും ഒന്നും പോലും ഞാൻ പിന്നോട്ട് പോകാനായിട്ട് തയ്യാറല്ല എന്ന് പൂർണ്ണിമ വ്യക്തമാക്കി. എന്നാൽ തൻ്റെ അമ്മ ഒരിക്കലും പൊന്നുമടത്തിന്റെ പടി ഇറങ്ങാൻ പാടില്ല, അമ്മയ്ക്ക് പകരം ഞാൻ ഇറങ്ങിക്കോളാം, അമ്മ ഇവിടെ എല്ലാവരോടും ഒത്ത് സന്തോഷത്തോടെ ജീവിച്ചാൽ മതി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു എല്ലാം എടുത്തുകൊണ്ട് സേതു പൊന്നുമടത്തിന്റെ പടി ഇറങ്ങി. തടയാനായിട്ട് ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സേതു പോയി. പക്ഷേ തനിക്ക് സ്വന്തമായിട്ട് വീടോ ഒന്നും തന്നെ ഇല്ല, ആ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നും തന്നെ ഇല്ല. പൊന്നുമടം തറവാടും അവിടെയുള്ള തൻ്റെ 3 സഹോദരികളും അമ്മയുമായിരുന്നു സേതുവിൻ്റെ എല്ലാം. എന്നാൽ സേതു പടിയിറങ്ങിയതിന് പിന്നാലെ തന്നെ ശത്രുക്കൾ ഓരോന്നായിട്ട് തലപൊത്തി തുടങ്ങി.
സേതു ഓരോ കട വരാന്തയിലും ഓരോ തെരുവുകളിലും പോയി ഓരോ മണിക്കൂറുകളും കഴിച്ചുകൂട്ടി. എന്നാൽ സേതു ആ പൊന്നുമടത്തിൽ നിന്നും പടിയിറങ്ങിയെന്നും സേതു അവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയ ഇന്ദ്രൻ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് വളരെ വലിയ ക്രൂരതയാണ്. ഹരിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ വാർത്ത വന്നു. അങ്ങനെ തേടി ഓടി വന്ന അച്ചുവിനെ തേടി കാത്തിരുന്നത് ആ ദുരന്തമായിരുന്നു. അച്ചു ഓടി വരുമ്പോൾ അച്ചുവിന്റെ മുന്നിൽ ഇന്ദ്രൻ വന്നു പെട്ടു. ഇന്ദ്രന്റെ കെണിയായിരുന്നു അത്. ആ ഇന്ദ്രൻ ഒരിക്കൽ കെണിയാണെന്ന് പോലും അറിയാതെയാണ് അച്ചു ആ കെണിയിൽ വന്ന് പെട്ടത്. അച്ചുവിനെ പൂട്ടിയിട്ടു. അച്ചുവിനെ കെട്ടിയിട്ടതിന് ശേഷം ഈ വാർത്ത പല്ലവി അറിയിച്ചു. പല്ലവി രക്ഷിക്കാനായിട്ട് ഓടി വരുമ്പോൾ അവിടെ ഇന്ദ്രനാണ്. പല്ലവിക്ക് ഒരുക്കി വെച്ച കെണിയായിരുന്നു അച്ചുവിനെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്? അച്ചുവിന്റെയും പല്ലവിയുടെയും രക്ഷകനായിട്ട് വീണ്ടും സേതു വരുമോ? പൊന്നുമടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റാ ബൈ.